ഞങ്ങളെ മാത്രം വിട്ടതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നില്ല. ഇതെന്തോ നരകിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തൽ പോലെ ആയിപ്പോയി. അച്ചാന്ന് വിളിക്കണ മക്കളെ അവരെ രക്ഷിക്കാൻ പറ്റാതെ സ്വന്തം രക്ഷപ്പെട്ടതുപോലെ ആയിപ്പോയി എന്നൊരു കുറ്റബോധം. അവരോട് ഞാൻ എപ്പോഴും പറയും, മക്കൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല, അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ഉറ്റവർ കൺമുന്നിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ട് നിസ്സഹായതയോടെ നോക്കി നിന്ന മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും നിരവധി മനുഷ്യരിൽ ഒരാളാണ് അനീഷ്. മണ്ണിലേക്ക് അമർന്ന് ഉറ്റവർ ഇല്ലാതായ ആ കെട്ടരാത്രിയുടെ നടുക്കം കണ്ണിൽ നിന്ന് ഇനിയും മാഞ്ഞിട്ടില്ല. എന്റെ ഭാര്യ വന്ന് മക്കളെ 3 ആളെയും കിട്ടിയില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കുറെ പ്രാവശ്യം വീണ് എഴുന്നേറ്റ സമയത്ത് കുറെ പ്രാവശ്യം വിളിച്ചു, അവരാരും വിളി കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, അവൻ അച്ചാന്ന് കുറെ പ്രാവശ്യം വിളിച്ചു, നിങ്ങൾ കേട്ടില്ല. കണ്ണുണ്ട് പക്ഷെ കാഴ്ചയില്ല, ചെവിയുണ്ട് കേൾവിയില്ല. അപ്പോ അച്ഛൻ എന്ന് പറഞ്ഞ ഹീറോ അല്ലേ അവരുടെ മുമ്പില്. അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചു, പക്ഷെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോഴൊരു വിശ്വാസം എന്താ വെച്ചാൽ, മുഖമൊന്നും തെളിയാതെ ആർക്കും അറിയാതെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല.